IAS ഉദ്യോഗസ്ഥർ ശബ്ദിക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നത് പലതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളാണ്. ശ്രദ്ധിക്കണേ, പിണറായി വിജയൻ പലതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ പ്രത്യക്ഷമായ ഒരു എന്താ പറയാ ഉദാഹരണമാണ് ഈ രണ്ട് മികച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. കാരണം അവര് വേറെ വല്ല അഴിമതിയൊന്നും ചെയ്തിട്ടല്ല. അവര് മറ്റേ സഖാക്കൾ ചെയ്ത പോലെ കരുവന്നൂർ ബാങ്ക് കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ശബരിമല കൊള്ളയടിക്കാനോ ഒന്നും പോയിട്ടില്ല. അവര് ചെയ്തത് ജനങ്ങളോട് സത്യം പറഞ്ഞു. അപ്പം പിണറായി പറയുന്നത് ജനങ്ങളോട് സത്യം പറയരുത്, ജനങ്ങളോട് സത്യം പറയുന്ന ആൾക്കാർ പടിക്ക് പുറത്ത്, കടക്ക് പുറത്ത് എന്നുള്ളതായിരുന്നു ആരുടെ, പിണറായിയുടെ ഒരു നിലപാട്. അപ്പൊ അതാണ് കേരളമന്ത്രി വിമർശിക്കുന്നത്. അതായിരിക്കരുത്. കാരണം നേരത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തിനു അങ്ങനെ ചെയ്യണം എന്നാണ് കേരളമന്ത്രി ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദശാബ്ദത്തിന് ശേഷം അഴിമതി നാട്ടുനടപ്പാവുകയും ഇപ്പോഴത് ലക്ഷങ്ങളും കോടികളും ശതകോടികളുമായി മാറുകയും ചെയ്തതോടെ IASകാരുടെ നിതാന്ത മൗനം പലർക്കും ഒരു സൗകര്യമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ IASകാർ മൗനം പാലിക്കരുത്, IASകാർ സത്യം വിളിച്ചു പറയണം എന്നാണ് കേരളമന്ത്രി പറയുന്നത്. കാരണം അത് അവർ വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ, അവർ മൗനം പാലിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ അഴിമതികളും ഇത്തരത്തിൽപ്പെട്ട വൻ അഴിമതികൾ എന്ന് പറഞ്ഞാൽ ശതകോടികളുടെ അഴിമതികളാണ്. അത്തരം അഴിമതികൾ ഇവിടെ തഴച്ചു വളരും. ആരും മിണ്ടാതിരുന്നാൽ, IAS ഉദ്യോഗസ്ഥർ മിണ്ടാതിരുന്നാൽ. IAS ഉദ്യോഗസ്ഥർ മിണ്ടരുത് എന്ന് ഭരണകൂടം ശഠിക്കുന്നത് അവർ നടത്തുന്ന അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. ആധുനിക കാലമാണിത്. അവരും പരിധിക്കുള്ളിൽ നിന്ന് ചില സത്യങ്ങൾ ജനങ്ങളോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് ഈ മാറിയ കാലത്ത് IAS ഉദ്യോഗസ്ഥർ ജനങ്ങളോട് സത്യങ്ങൾ പറയണം. ഇതൊക്കെ തടയാൻ പഴഞ്ചൻ ശൈലി പുലർത്തുന്നവർ ശ്രമിക്കുമ്പോഴാണ് രാജ്യത്ത് പാറ്റകളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ കൂട്ടം ചേരൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഡൽഹിയിൽ പാറ്റകളുടെ കൂട്ടം ചേരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഭരണതലത്തിലെ അഴിമതികൾ മൂടിവെക്കുമ്പോഴാണ്. ഭരണതലത്തിൽ പാളിച്ചകൾ ഉണ്ടായാൽ ആ പാളിച്ചകൾ പരിഹരിക്കണം, ആ പാളിച്ചകൾ ജനങ്ങളോട് പറയണം. എന്നിട്ട് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിഷേധം ഉയരുമ്പോഴാണ് സ്വാഭാവികമായും ഈ ഭരണകൂടങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ എന്തുകൊണ്ട് ഇത്രമാത്രം ജനവിരുദ്ധമായി മാറി, അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രമാത്രം വെറുത്തുപോയി എന്നുള്ളത് ഭരണകൂടം ചെയ്യുന്ന എല്ലാ നീതികേടുകളും നീതി നിഷേധങ്ങളും ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. ജനങ്ങളുടെ പ്രതിഷേധം അത് വകവച്ചില്ല. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കൊള്ളകൾ, ഇവിടെ നടക്കുന്ന അഴിമതികൾ, ഇവിടെ നടക്കുന്ന സ്വജനപക്ഷപാതങ്ങൾ എല്ലാം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. അത് തുറന്നു പറയാൻ, അത് പുറത്തു പറയാൻ, ജനങ്ങളോട് പറയാൻ ആർജവം കാണിച്ച 2 ധീരരായ ഉദ്യോഗസ്ഥരായിരുന്നു N പ്രശാന്തും B അശോകും. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും പുകച്ചു പുറത്ത് ചാടിച്ചു. ഇനി ഇത്രയുമാണ് കേരളമന്ത്രി അതിൻ്റെ ഒരു ആമുഖമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇത്രയും പ്രതിപാദിക്കേണ്ടി വന്നത് നട്ടെല്ല് വളയ്ക്കാതെയും പാദസേവ ചെയ്യാതെയും ഭരണരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മുതിർന്ന IAS ഓഫീസറായ ഡോക്ടർ B അശോകിനും മിടുക്കനായ യുവ IAS ഓഫീസർ N പ്രശാന്തിനും സസ്പെൻഷൻ ഇനിയും തുടരേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. അതായത് ഇത് 2 ദിവസം മുമ്പത്തെ കേരളമന്ത്രിയാണ്. ആ 2 ദിവസം മുമ്പാണ് കേരളമന്ത്രി പറയുന്നത്. ഇത് ഇത്രയും പറയാൻ കാരണം ഈ 2 ഉദ്യോഗസ്ഥരും പുറത്തു നിൽക്കുകയാണ്. മുൻ സർക്കാരാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത്. അവരെ ഒന്നാകെ തന്നെ ജനങ്ങൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതായത് ഈ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത പിണറായി സർക്കാരിനെ ഒന്നാകെ ജനങ്ങൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇവരെ പുറത്ത് നിർത്തരുതേ എന്നായിരുന്നു കേരളമന്ത്രി പറഞ്ഞത്. എന്നിട്ടും ഇവരെ ഇപ്പോഴും വീട്ടിൽ കയറ്റാതെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് ഏത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിലായാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഏത് സാങ്കേതികത്വത്തിന്റെ പേരിലായാലും ഇത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരുന്നെങ്കിൽ അതിന് ലഭിക്കുന്ന ജനസ്വീകാര്യത പ്രത്യേകിച്ചും പുതുതലമുറയുടെ ഇടയിൽ എത്ര വലുതാകുമായിരുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സതീശൻ സർക്കാർ ഇപ്പൊ ചെയ്തു ഈ 2 പേരെയും സർവീസിൽ തിരിച്ചെടുത്തു. പക്ഷെ ഇത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചെയ്തിരുന്നുവെങ്കിൽ എത്രമാത്രം ജനങ്ങളുടെ ഒരു പിന്തുണ, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ. കാരണം ഈ 2 ഉദ്യോഗസ്ഥർക്ക് N പ്രസാദ് എന്ന് പറഞ്ഞ കോഴിക്കോട് കളക്ടറായിരിക്കവേ കോഴിക്കോട്ടുകാർക്ക് N പ്രസാദിനെ അറിയാം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങളുമായി
അത്രമാത്രം ഇടപഴകിക്കൊണ്ട് യുവാക്കളുടെ ഒരു ബ്രോ, യുവാക്കളുടെ കളക്ടർ ബ്രോ എന്നായിരുന്നു പ്രശാന്തിനെ യുവാക്കൾ വിളിച്ചിരുന്നത്, യുവതികൾ വിളിച്ചിരുന്നത്. കാരണം അത്രമാത്രം ജനപ്രിയനായിരുന്നു അദ്ദേഹം. ബി അശോകിന്റെ കാര്യം, ബി അശോക് കുറെ കൂടി ആർജവമായി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏറ്റവും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ മറുനാടൻ ഷാജനുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലേ പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയാണ് ഈ പറയുന്ന LDF 35 സീറ്റ് കിട്ടിയെന്ന് നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ. അത്രമാത്രം തോന്നിവാസങ്ങൾ ഇവർ ചെയ്ത ഓരോരോ തോന്നിവാസങ്ങളും എത്ര ലളിതമായിട്ടാണ് ബി അശോക് പറഞ്ഞു തരുന്നതെന്ന് അറിയോ? കാരണം ഇവർ ചെയ്ത തെണ്ടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങൾ അതൊക്കെ ബി അശോക് വെളിപ്പെടുത്തുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു തള്ളിയിരിക്കും. ആ രീതിയിലാണ് ഈ ഭരണകൂടം, അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണകൂടം ഇത്തരത്തിലുള്ള തെമ്മാടിത്തങ്ങൾ, ആ വാക്ക് തന്നെയാണ് തെമ്മാടിത്തങ്ങൾ ചെയ്തത്. അപ്പൊ ഏതായാലും അതിനെയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള നവയുഗ അല്ലെങ്കിൽ പുതുയുഗ ഭരണം VD സതീശൻ കാഴ്ചവെക്കുമ്പോൾ ഏതായാലും ഈ രണ്ടുപേര് സർവീസിനകത്ത് കയറി 3 ആഴ്ച വൈകിട്ടാണെങ്കിൽ പോലും ഇനി പറയുന്നു 102 സീറ്റ് നൽകിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 11 ദിവസം താമസിച്ചപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ടായ അസ്വസ്ഥത ഭരണാധികാരികൾ മറക്കരുത്. VD സതീശനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ 2 ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു. അത് വെച്ച് താമസിപ്പിച്ച് ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാക്കി മാറ്റുന്നത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭക്ക് ചേർന്നതല്ല. ഏതായാലും VD സതീശൻ ഈ ഇത്തിരി ആറിന്ന് മാത്രമേ ഉള്ളൂ, പഴങ്കഞ്ഞിയാക്കിയില്ല. കേരളമോദി ഭയപ്പെട്ടിരുന്നത് പോലെ VD സതീശൻ അത് പഴങ്കഞ്ഞിയാക്കിയില്ല, ഇത്തിരി ആറിന്ന് മാത്രമേ ഉള്ളൂ. ആറിയെങ്കിലും ഏതായാലും ഇവരെ തിരിച്ചെടുത്തത് സന്തോഷം. മാധ്യമങ്ങളിൽ വന്ന ഈ 2 ഉദ്യോഗസ്ഥരുടെയും അഭിമുഖങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് UDFന്റെ വൻ വിജയം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇപ്പൊ UDFന്റെ വൻ വിജയം, UDFന്റെ 102 സീറ്റ് കിട്ടാൻ, അതിൽ കുറെ സീറ്റുകൾ കിട്ടാൻ കാരണമായത് ബി അശോക് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും N പ്രശാന്ത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ അഭിമുഖങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിൽപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ നിരീക്ഷണങ്ങൾ, ഇവരുടെ തുറന്നു പറച്ചിലുകൾ ഒക്കെ കേട്ടത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ട ആൾക്കാർ ഏത് സഖാക്കളും, ഏത് മൂത്ത സഖാക്കളാണെങ്കിലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇനി വേണ്ട ഇമ്മാതിരി ഒരു അലമ്പ് സാധനത്തിനെ ഇനി കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ഇനി അധികാരത്തിൽ വരരുത് എന്ന് വിചാരിച്ചിട്ട് സഖാക്കൾ പോലും വോട്ട് മാറി UDFന് ചെയ്തത്, അല്ലെങ്കിൽ BJPക്ക് ചെയ്തത്, അതല്ലെങ്കിൽ CPMന് ചെയ്യാതിരുന്നത് ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ തുറന്നു പറച്ചിലുകളിലൂടെയായിരുന്നു. ഒരു സംശയവും വേണ്ട കേട്ടോ. തുടർച്ചയായി ഭരണം കിട്ടുന്നവർക്ക് ഫാസിസ്റ്റ് മനോഭാവം വർദ്ധിക്കുന്നു എന്ന് ഡോക്ടർ അശോക് പറഞ്ഞില്ലെങ്കിൽ പോലും അനുഭവത്തിലൂടെയും വാക്പ്രയോഗങ്ങളിലൂടെയും ജനങ്ങൾ അത് മനസ്സിലാക്കിയതാണ്. അപ്പൊ പറഞ്ഞ പല കാര്യങ്ങളും ഇവര് പറയുമ്പോൾ അതിന്റെ ഇടയിൽ, ആ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ജനങ്ങൾ ഉൾക്കൊണ്ടു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ പുറംകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു. സത്യം പറയുന്നവരെ ഏകാധിപത്യ ശൈലിയുള്ളവർ ക്രൂശിക്കുന്നത് നിയമവും ചട്ടവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാവും. ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്, ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേരളകൗമുദി: സത്യം പറയുന്നവരെ ഏകാധിപത്യ ശൈലിയിലുള്ളവർ ക്രൂശിക്കുന്നത് നിയമവും ചട്ടവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാവും. ആ വഴിയിലൂടെ തന്നെ UDF സർക്കാരും നീങ്ങുകയാണ് എന്ന തോന്നൽ തുടക്കത്തിലേ സൃഷ്ടിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ്, എന്നൊരു മുന്നറിയിപ്പാണ് കേരളമന്ത്രി നൽകിയിരുന്നത്. ഏതായാലും കേരളമന്ത്രിയുടെ ഈ എഡിറ്റോറിയൽ വന്ന് 48 മണിക്കൂറിനുള്ളിൽ, എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ VD സതീശൻ സർക്കാർ അത് ഉൾക്കൊള്ളുകയും ഈ 2 മിടുക്കന്മാരെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെയാണ് ഒരു പത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ കേരളകൗമുദി ആ പഴയ പത്രാധിപരുടെ കാലത്ത്, പത്രാധിപർ K സുകുമാരന്റെ കാലത്ത് ഏതു തരത്തിലുള്ള എഡിറ്റോറിയലുകളായിരുന്നോ എഴുതിയിരുന്നത്, അതിനുള്ള അത്തരത്തിൽപ്പെട്ട ശക്തമായ നിർദ്ദേശങ്ങളടങ്ങിയ ഭരണം എങ്ങനെയായിരിക്കണം, എന്താണ് പാളിച്ചകൾ, എവിടെയാണ് തിരുത്തേണ്ടത് എന്നുള്ള ഏറ്റവും കൃത്യമായ നിർദ്ദേശങ്ങൾ കേരളമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നു. കേരളമന്ത്രി എഡിറ്റോറിയൽ പറഞ്ഞിരുന്നത്, ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ VD സതീശൻ എടുക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ബി അശോകിനെയും N പ്രശാന്തിനെയും സർവീസിൽ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരുടെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് കേരളകൗമുദി കാര്യകാരണ സഹിതം പറഞ്ഞിരുന്നു കേട്ടോ. ഒരു പക്ഷേ എന്താ പറയുക, സാധാരണ ഈ പത്രങ്ങളിൽ വരുന്ന എഡിറ്റോറിയലുകൾ അങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് സാധാരണ പത്രവായനക്കാർ അധികവും മിസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ സ്കിപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും പത്രം വായിക്കുക. കേരളകൗമുദിയുടെ ആ എഡിറ്റോറിയൽ എത്ര പേർ വായിച്ചു എന്നറിയില്ല.
അതിൽ പ്രധാനപ്പെട്ട ആ എഡിറ്റോറിയല് അത്ര ദൈർഘ്യമുള്ള എഡിറ്റോറിയൽ അല്ല. ആ എഡിറ്റോറിയൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം. കാരണം ഒരു 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 പത്രത്തിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേരളമതിയെ ഇഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ മറ്റു മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും കേരളമതിയുടെ പേജുകൾ കുറവാണ്. അത്രമാത്രം ഒരു പ്രൊഫഷണലിസം അല്ലെ, അത്രമാത്രം ഒരു പ്രൊഫഷണലിസം പലപ്പോഴും കേരളമതിയുടെ ഈ പേജുകൾ കാണാറില്ല. ഒരുപാട് പരിമിതികൾ കേരളമതിക്കുണ്ട്. പക്ഷെ അപ്പോഴും നിലപാടുകളുടെ കാര്യത്തിൽ അതല്ലെങ്കിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്തായിരിക്കണം പത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പത്രത്തിന്റെ ശക്തി ഒരുപാട് പേജുകളിൽ അച്ചടിക്കുക, ഒരുപാട് വിവരങ്ങൾ കൊടുക്കുക, നല്ല ആകർഷകമായ ലേഔട്ടിൽ പത്രം പുറത്തെടുക്കുക എന്നുള്ളതൊക്കെ വേണം, അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം, സാമൂഹ്യ പ്രതിബദ്ധത വേണം. അതാണ് പത്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. എക്കാലത്തും കേരളമതിയുടെ കരുത്ത് അത് തന്നെയായിരുന്നു. പലപ്പോഴും നേരത്തെ കേരളമതിയുടെ ഈ പത്രാധിപരായിരുന്ന ഈ കേരള കൗമുദിയുടെ ഫൗണ്ടർ എഡിറ്റർ ആയിരുന്ന പത്രാധിപർ സുകുമാരൻ, അദ്ദേഹത്തിന്റെ എഡിറ്റോറിയലുകളാണ് ഏറ്റവും ശക്തമായ എഡിറ്റോറിയലുകൾ പത്രങ്ങളിലൂടെ എഴുതിക്കൊണ്ട് ഭരണമാറ്റത്തിന് അല്ലെങ്കിൽ ഭരണത്തിന് ഒരു ദിശാബോധം നൽകണം. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് അല്ലെ. കേരളമതിയുടെ ഒരു തുടക്കത്തിലൊക്കെ കേരളമതിയിൽ വരുന്ന എഡിറ്റോറിയലുകൾ മന്ത്രിമാരൊക്കെ ആദ്യം തന്നെ വായിക്കുക, കേരളമതി എന്ത് പറയുന്നു, കേരളമതി എന്താണ് പറയുന്നത്, അതനുസരിച്ചിട്ടാണ് അവരുടെ ഭരണം പോകുക. പക്ഷെ അതിനുശേഷം കാലത്തിൽ വന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പിന്നീട് ഒരുപാട് നമ്മുടെ മാധ്യമങ്ങൾക്ക് മൊത്തമുണ്ടായ ഒരു അപജയത്തിന്റെ ഒക്കെ ഒരു അതിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് അത്തരത്തിൽപ്പെട്ട പത്രങ്ങളുടെ ഒരു ശക്തി ചോർന്നു പോയത് കേട്ടോ. പക്ഷെ അപ്പോഴും കേരളമതി ആ പഴയ ഒരു പ്രതാപം ഇടയ്ക്കൊക്കെ അതിന്റെ ആ എഡിറ്റോറിയലുകളിലൂടെ വീണ്ടെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എൻ പ്രശാന്തിനെയും ബി അശോകിനെയും ഇപ്പം കഴിഞ്ഞ 18-ാം തീയതിയാണ് സ്ഥാനമേറ്റത്. സതീശൻ മന്ത്രിസഭ സ്ഥാനമേറ്റത് 18-ാം തീയതിയാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 6-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 ആഴ്ചയാവുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ വി ഡി സതീശൻ സർക്കാർ ഈ 2 പ്രഗത്ഭരായ IAS ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുത്തിരിക്കുന്നു. കേരളമതി പറഞ്ഞിരുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചെയ്യേണ്ട തീരുമാനമായിരുന്നു അത്. കാരണം അത്രയും നീതിയുക്തമായ ഒരു കാര്യമാണ് അത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ എഡിറ്റോറിയൽ നമുക്ക് നോക്കേ. അതിന്റെ തലക്കെട്ട് തന്നെ വളരെ 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 എന്താ പറയാ ഉചിതമായ ടൈറ്റിലാണ്. അതായത് അവരെ മഴയത്ത് നിർത്തരുത് എന്നാണ്. അവരെ മഴയത്ത് നിർത്തരുത് എന്നാണ് അതിന്റെ തലക്കെട്ട്. അവരെ മഴയത്ത് നിർത്തരുത്. എന്നിട്ട് എന്താണ് IAS എന്ന് പറയുന്ന ആ പദവിയെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ IAS കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ചുള്ള ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ തുടങ്ങുന്നത് കേട്ടോ. അതിങ്ങനെയാണ്: ഭരണ നിർവഹണത്തിന് സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിപരമായ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന ICSന് രൂപം നൽകിയത് ബ്രിട്ടീഷുകാരായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പേരുമാറ്റി അതേ മാതൃകയിൽ തന്നെ തുടർന്നതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന IAS. അപ്പോൾ ആദ്യം ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ളതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാക്കി മാറ്റിയത്. ICS പരീക്ഷയുടെ നിലവാരം അറിയണമെങ്കിൽ ആ പരീക്ഷ പാസ്സായിട്ടും സർവീസിൽ ചേരാതെ പോയ 2 പേരുകൾ ഓർമ്മിച്ചാൽ മതി. അരവിന്ദ് ഘോഷും സുഭാഷ് ചന്ദ്രബോസും ഈ 2 പേരാണ് അവര്. ആ പാരമ്പര്യത്തിൽ കാലത്തിൻ്റെതായ മാറ്റങ്ങളും മൂല്യശോഷണങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ബഹുമുഖ പ്രതിഭകൾക്ക് മാത്രം അംഗമാകാൻ കഴിയുന്ന എലൈറ്റ് ക്ലബ് തന്നെയാണ് ഈ IAS. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണനിർവഹണ വിവരങ്ങൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മേലധികാരികളോട് മാത്രമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ എന്ന കർശനമായ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അത് ആവശ്യമായിരുന്നു. കാരണം ഒരു വിദേശ രാജ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്കെതിരെയുള്ള വിവരങ്ങൾ ജനങ്ങൾ നേരിട്ട് അറിയരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ടും ആ വ്യവസ്ഥകളിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല.